ഇപ്പോൾ നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്നത് രാവിലെ ഉള്ള ഈ മുണ്ടത്തിക്കോട് ഈ വെടിപ്പുരയിലെ രാവിലത്തെ ദൃശ്യങ്ങളാണ്. നമുക്ക് ആ അപകടത്തിൽ പെണ്ണിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ട വ്യക്തിയെ ഉൾപ്പെടെ ആ ദൃശ്യങ്ങളിൽ കാണാം. പല തരത്തിലുള്ള ഈ വെടിക്കെട്ടിനുള്ള സാമഗ്രികൾ അവർ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഒരു സ്ത്രീയെ നമുക്ക് കാണാം. ഇതാണ് അദ്ദേഹം പറഞ്ഞ തിരി. ആ തിരി താൻ ഉണക്കാനായിട്ട് ഇട്ടു. താൻ അവിടെ വെച്ച അതിൽ തീ പടരുന്നത് കണ്ട് ഓടുകയായിരുന്നു. പിന്നീട് ഇങ്ങനെ വലിയ സ്ഫോടനങ്ങൾ അവിടെ നടന്നു എന്നത് അദ്ദേഹം സൂചിപ്പിച്ചു. അദ്ദേഹം ആ തിരി ഉണ്ടാക്കി അത് ഉണക്കാനിടുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ അതിൽ കണ്ടതാണ്. പലതരത്തിൽ നമ്മൾ മാനത്ത് ഇതുണ്ടാക്കുന്ന വർണ്ണവിസ്മയങ്ങൾ മാത്രമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ വളരെ ദുർഘടമായ അല്ലെങ്കിൽ അപകടം പിടിച്ച പരിപാടികളാണ്, പണികളാണ്. അതിലേർപ്പെട്ടിരിക്കുന്ന മനുഷ്യരെയാണ് നമ്മൾ കാണുന്നത്. ഏതു നിമിഷവും ഒരു അപകടം ഉണ്ടാകാനുള്ള സാധ്യത എന്നത് അവർക്കുണ്ട്. തങ്ങൾ ചെയ്യുന്ന പണി അത്രമാത്രം ദുഷ്കരമായ പണിയാണെന്നൊക്കെയുള്ള ബോധ്യമുണ്ടായിട്ടും അവർ അതിൽ ഏർപ്പെട്ടിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ഈ ഒരു തരത്തിലുമുള്ള അനുവദനീയമല്ലാത്ത ഒരു സാധനങ്ങളും രാസവസ്തുക്കളും ഒന്നും ഉപയോഗിച്ചിട്ടില്ല എന്ന് ആ തൊഴിലാളികൾ പറയുന്നുണ്ട്. അപ്പോൾ പോലും ഈ വലിയ ചൂട് അതായിരിക്കാം ഒരു പക്ഷേ വില്ലനായത് എന്നതാണ് അവർ കരുതുന്നത്. ആ രക്ഷപ്പെട്ടോടിയ മനുഷ്യനെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. അദ്ദേഹത്തിൻ്റെ അനുഭവം പങ്കുവെച്ചതാണ്. ഈ ദൃശ്യങ്ങളിലുള്ള എത്ര പേർ ബാക്കിയുണ്ട് എന്നത് അറിയില്ല. എത്ര പേർ എങ്ങനെയാണ് അവരുടെ സാഹചര്യം എന്നത് അറിയില്ല. എന്തായാലും ഈ അപകടമുണ്ടാകുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപുള്ള ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഈ മനുഷ്യരൊക്കെ എവിടെയാണ്? ഏതാണ്ട് 18 പേരെ പരിക്കുകളോടെ ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട് എന്ന വിവരമുണ്ട്. ബാക്കി എത്ര പേർ എവിടെയൊക്കെ എന്നത് അന്വേഷിക്കണം. രക്ഷാദൗത്യം ഇപ്പോഴും വലിയ വെല്ലുവിളി നേരിടുകയാണ്. അവർക്ക് അവിടേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നൊരു സാഹചര്യമുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ വലിയ ഒരു പാടത്തിൻ്റെ നടുത്തുള്ള സ്ഥലങ്ങളാണ്. അവിടെ പലയിടങ്ങളിലായിട്ടാണ് ഓരോ തരത്തിലുള്ള സാമഗ്രികളുടെ ഈ നിർമ്മാണം നടന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ എത്ര പേരുണ്ടായിരുന്നു എന്നോ ആരൊക്കെ എവിടെയൊക്കെ ആയിരുന്നു എന്നത് അവിടെയുള്ള ഈ തൊഴിലാളികൾക്ക് പോലും അറിയണമെന്നില്ല. അപ്പോൾ അതുമൊക്കെയായി ബന്ധപ്പെട്ട് ഇനി കൂടുതൽ തെരച്ചിലിലൂടെ മാത്രമേ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. ഒരു സതീശൻ എന്ന വ്യക്തിയുടെ ലൈസൻസിലുള്ളതാണ് ഈ പടക്ക നിർമ്മാണശാല, ഈ വെടിക്കെട്ട് ശാല. ഏറ്റവും ദുഃഖകരമായ വാർത്തയാണ് പ്രേക്ഷകരെ അറിയിക്കാനുള്ളത്. ഈ അപകടത്തിൽ മരണം 8 ഉയർന്നിരിക്കുകയാണ്. 8 മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു. 8 മരണം, 5 പേരുടെ നില ഗുരുതരമായി തുടരുന്നു എന്നതാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. തൃശ്ശൂർ പൂരത്തിൽ വെടിക്കെട്ടിനുള്ള സാമഗ്രികൾ ഒരുക്കിയിരുന്ന മുണ്ടത്തിക്കോടുള്ള പടക്ക നിർമ്മാണ കേന്ദ്രത്തിൽ ഉണ്ടായ സ്ഫോടനത്തിൽ 8 പേരുടെ മരണം സ്ഥിരീകരിച്ചിരിക്കുകയാണ്. 5 പേരുടെ നില ഗുരുതരമായി തുടരുന്നു. ഈ മരിച്ചവർ 8 പേരും തൊഴിലാളികളാണ് എന്നത് സ്ഥിരീകരിച്ചിരിക്കുന്നു. ഈ സതീശൻ എന്ന ലൈസൻസിയുടെ പേരിലുള്ളതാണ് ഈ ഇവിടെ നടന്നിരുന്ന ഈ നിർമ്മാണശാല. ആ സതീശനും ഇതിൽ പൊള്ളലേറ്റിട്ടുണ്ട് എന്നതാണ് മനസ്സിലാകുന്നത്. ഗുരുതരമായ പരിക്കേറ്റിട്ടുണ്ട് എന്നതാണ് മനസ്സിലാകുന്നത്. ഉച്ചയ്ക്ക് 2:40 ആ രക്ഷപ്പെട്ടോടിയ മനുഷ്യൻ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ 2:40 ആദ്യ സ്ഫോടനം ഉണ്ടാകുന്നത്. ആ സ്ഫോടനങ്ങൾ ഇപ്പോഴും നിലച്ചിട്ടില്ല. അവിടെ രക്ഷാപ്രവർത്തകർക്ക് അവിടേക്ക് എത്താൻ കഴിയാത്ത വിധത്തിൽ ഭീഷണിയായി ഇപ്പോഴും ആ സ്ഫോടനങ്ങൾ അവിടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. 40ഓളം തൊഴിലാളികൾ ഈ അപകട സമയത്ത് അവിടെ ഉണ്ടായിരുന്നു എന്നതാണ് ഏകദേശ കണക്ക്. കൃത്യമായ കണക്കുകളില്ല എങ്കിൽ പോലും ഉച്ചയ്ക്ക് 40 പേരുടെ ഭക്ഷണം എത്തിക്കാനുള്ള നിർദ്ദേശം അവിടെ നിന്ന് നൽകിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ 40 പേരുണ്ട് എന്ന ഒരു ഏകദേശ വിവരം നമുക്ക് ലഭ്യമായിട്ടുണ്ട്. പക്ഷേ അതിൽ 8 പേരുടെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു. ബാക്കിയുള്ള മനുഷ്യർ ചിലരൊക്കെ ഓടി രക്ഷപ്പെട്ടിട്ടുണ്ട്. ബാക്കി എത്ര പേർ ഈ അപകടത്തിൽ പെട്ടിട്ടുണ്ട്, അവരുടെ അവസ്ഥ എന്താണ് എന്നത് സംബന്ധിച്ച് യാതൊരു വിവരവുമില്ല. ചിന്നിച്ചിതറിയ മനുഷ്യ ശരീരങ്ങൾ പാടത്തിൻ്റെ പല ഭാഗത്തായി കണ്ടെത്തിയിട്ടുണ്ട്. അതുൾപ്പെടെ ആശുപത്രികളിലേക്ക് എത്തിച്ചിട്ടുണ്ട് എന്നതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും വളരെ ഗുരുതരമായ ഒരു സാഹചര്യമാണ്. വളരെ ഗൗരവത്തിൽ തന്നെയാണ് ആ സാഹചര്യത്തെ കാണുന്നത്. സംസ്ഥാന സർക്കാർ ആ നിലയിൽ തന്നെ അതിനെ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. 2 മന്ത്രിമാർ സംഭവ സ്ഥലത്തേക്ക് തിരിച്ചിരിക്കുന്നു. കൂടുതൽ വിദഗ്ധ ഡോക്ടർമാരുടെ സംഘത്തെ അവിടേക്ക് എത്തിക്കുന്നു. മരണസംഖ്യ ഉയരാനുള്ള സാധ്യതയുണ്ട് എന്നതിൻ്റെ വിവരങ്ങൾ കൂടിയാണ് വരുന്നുകൊണ്ടിരിക്കുന്നത്. നവമി ദിനേശ് നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുകയാണ്. നവമി, 8 മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു. മരണസംഖ്യ ഉയരുന്നു. ഇപ്പോഴും രക്ഷാദൗത്യം
രക്ഷാപ്രവർത്തകർക്ക് അവിടേക്ക് എത്താൻ പറ്റാത്ത സാഹചര്യം വലിയ വെല്ലുവിളിയായി നിലനിൽക്കുന്നു. നമുക്കൊപ്പം നേരത്തെ സംസാരിച്ച വ്യക്തി അദ്ദേഹം അത്ഭുതകരമായി അവിടെ നിന്ന് രക്ഷപ്പെട്ടതാണ്. അങ്ങനെ രക്ഷപ്പെട്ട് ഓടിയിരിക്കാം ആളുകൾ എന്ന് പ്രതീക്ഷിക്കാമോ? രേണുക, എന്തായാലും സംശയമില്ല. ഭാഗങ്ങൾ ചാക്കിലാണ് ആശുപത്രിയിലൊക്കെ എത്തിക്കുന്നത്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും എത്രമാത്രം വലിയ അപകടമാണ് അവിടെ സംഭവിച്ചതെന്ന്. എന്തായാലും മരണസംഖ്യ ഉയരാനുള്ള ഒരു സാധ്യത തന്നെയാണ് കണക്കാക്കുന്നത്. രക്ഷാപ്രവർത്തകരും അങ്ങനെയുള്ള വിവരങ്ങളാണ് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. പലരുടെയും നില അതീവ ഗുരുതരമാണ്. ഈ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചവരുടെയും നില അതീവ ഗുരുതരമാണ്. 90% പൊള്ളലേറ്റവരുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നതും. ഇപ്പോൾ പോലീസിന്റെ ഡ്രോൺ പരിശോധനയിൽ ഒരു മൃതദേഹം അപകട സ്ഥലത്ത് നിന്നും കണ്ടെത്തിയിരിക്കുന്നു. അതോടുകൂടിയാണ് 8 മരണമെന്ന് സ്ഥിരീകരിക്കുന്നത്. 10 പേരുടെ നില ഗുരുതരമാണ്. 20 പേരെയാണ് തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് പ്രവേശിപ്പിച്ചത്. പലരുടെയും ശരീരഭാഗങ്ങൾ പലയിടത്തും ചിതറിത്തെറിച്ചു കിടക്കുന്ന രീതിയിലാണ് കാണപ്പെടുന്നത്. ഡ്രോണിൽ നടത്തിയ പരിശോധനയിൽ അങ്ങനെയുള്ള ദൃശ്യങ്ങളും പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ തൃശൂർ പൂരത്തിനുള്ള തിരുവമ്പാടി ഭാഗത്തിന്റെ സാമ്പിൾ പുരയിലാണ് ഈ അപകടം സംഭവിച്ചിരിക്കുന്നത്. പ്രദേശത്ത് ഇപ്പോഴും സ്ഫോടനം നടക്കുകയാണ്. 5 താൽക്കാലിക പുരകളിലാണ് ഈ പടക്ക നിർമ്മാണം നടന്നത്. ഈ 5 തീപിടിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും. ഈ സ്ഫോടക വസ്തുക്കൾ ആക്കാത്തതോടെ പ്രദേശത്ത് വലിയ പുകയാണ് നിറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ രക്ഷാപ്രവർത്തനം അല്പമെങ്കിലും ബുദ്ധിമുട്ടാകുന്നതും. അതോടൊപ്പം തന്നെ തുടരെയുള്ള സ്ഫോടനം ശബ്ദങ്ങൾ കേൾക്കുന്നതും തീ ഉയരുന്നതുമാണ് രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി ഈ ഫയർഫോഴ്സിന് സ്ഥലത്തേക്ക് എത്താൻ കഴിയാത്തത്. ഒരു പരിസരത്ത് നിന്ന് അല്ലെങ്കിൽ 1 മീറ്റർ ദൂരെ നിന്ന് മാത്രമാണ് ഫയർഫോഴ്സിന് വെള്ളം ഉപയോഗിച്ച് അവിടെ തീ കെടുത്താൻ സാധിക്കുന്നത്. പക്ഷെ അതിന്റെ അകത്തേക്ക് പോകാൻ കഴിയാത്തത് കൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ അതിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നൊരു സംശയമാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ അവരുടെ ജീവൻ എത്രമാത്രം രക്ഷിക്കാൻ കഴിയും എന്നതിലൊരു ചോദ്യം ബാക്കിയാകുന്നത്. എന്തായാലും എത്രയും വേഗം ആളുകളെ രക്ഷിക്കാൻ കഴിയട്ടെ എന്നാണ് അവരും കരുതുന്നത്. അങ്ങനെയാണ് വിചാരിക്കുന്നത്. ഫയർഫോഴ്സ് ഉണ്ട്, 6 യൂണിറ്റ് ഫയർഫോഴ്സ് സ്ഥലത്തെത്തി വിവിധ ഇടങ്ങളിൽ നിന്നായി അവർ ഈ തീ അണയ്ക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 40ഓളം പേര് അവിടെ ഉണ്ട്. അതെല്ലാം മലയാളികളാണ്. സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നമ്മൾ നേരത്തെ ദൃശ്യങ്ങളിലൊക്കെ കണ്ടതുപോലെ രാവിലെ മാധ്യമപ്രവർത്തകരടക്കം അവിടെ എത്തി ഈ പടക്കങ്ങൾ നിർമ്മിക്കുന്നതിന്റെ ദൃശ്യങ്ങളടക്കം ലൈവായും അല്ലെങ്കിൽ യൂട്യൂബ് ചാനലുകളൊക്കെ നൽകിയതാണ്. പക്ഷെ അവരൊക്കെയാണ് അവിടെ ഉൾപ്പെട്ടിരിക്കുന്നത്. രാവിലെ എത്രമാത്രം സന്തോഷത്തോടു കൂടി അല്ലെങ്കിൽ ഈ ഒരു സാമ്പിൾ വെടിക്കെട്ടിനൊക്കെ വേണ്ടി തയ്യാറെടുത്തത്. പക്ഷെ ഇപ്പോൾ ഈ ഒരു വാർത്ത ലഭിച്ചതിന് ശേഷം അല്ലെങ്കിൽ എത്രമാത്രം വിഷമമാണ് ഈ വാർത്ത നമ്മൾ കേൾക്കുമ്പോൾ ഉണ്ടാകുന്നതെന്ന് ഊഹിക്കാം. കാരണം തൃശൂർ പൂരം മലയാളികളെ സംബന്ധിച്ച് വലിയ ആഘോഷത്തിന്റെ, സന്തോഷത്തിന്റെ, ഒരുക്കങ്ങളുടെ ഒക്കെ ദിവസമാണ്. പക്ഷെ ഇനി തൃശൂർ പൂരം അടക്കം മാറ്റിവെക്കാനുള്ള ഒരു സാഹചര്യമാണ്, റദ്ദാക്കാനുള്ള ഒരു സാഹചര്യമാണ് മുന്നിൽ നിൽക്കുന്നത്. അങ്ങനെയാണ് ഈ ഉന്നത തീർച്ചയായും ആ രീതിയിലുള്ള ആലോചനകൾ കൂടി വേണ്ടിവരും എന്നതാണ് മനസ്സിലാകുന്നത്. കാരണം ആ തൃശൂർ പൂരം വർണ്ണാഭമാക്കാനുള്ള ശ്രമത്തിൽ ഏർപ്പെട്ടിരുന്ന 8 മനുഷ്യരുടെ മരണമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഈ അപകടത്തിന്റെ ആഘാതം എന്താണ് എന്നത് ഇനിയും വ്യക്തമാകാനിരിക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നവമി സൂചിപ്പിച്ചതുപോലെ ഒരുപക്ഷെ ആഘോഷങ്ങളൊക്കെ മാറ്റിവെക്കേണ്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. മാത്രവുമല്ല, ഈ മനുഷ്യനെ ഈ രീതിയിൽ അപകടത്തിലാക്കുന്ന തരത്തിലുള്ള ആഘോഷങ്ങൾ വേണമോ എന്നതുകൂടി ആലോചിക്കേണ്ടുന്ന സമയം അതിക്രമിച്ചിരിക്കുന്നു. ഈ ചൂടുകാലത്ത് എല്ലായ്പ്പോഴും ഈ ഭീഷണി അപകടമൊക്കെ ഉണ്ടാകാറുണ്ട്. എന്തായാലും ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് 8 പേരുടെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു. 5 പേരുടെ നില ഗുരുതരമായി തുടരുന്നു. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.